ഒരിക്കലും കടന്നു പോയിട്ടില്ലാത്ത ജീവിതത്തിൻ്റെ ഏറ്റവും ഇരുളേറിയ, പ്രതിസന്ധികളേറിയ ദുർഘട സമയങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ജീവിതാനുഭവങ്ങൾ നമുക്കുണ്ടായിരിക്കാം. കർത്താവ് ഇന്ന് സംസാരിക്കുന്ന ദൂത്, ആലോചന ഈ ഞായറാഴ്ച പരിശുദ്ധാത്മാവ് തരികയാണ്. നിങ്ങൾ കടന്നു പോകുന്ന ഏറ്റവും വൈഷമ്യമേറിയ, കടുപ്പമേറിയ, അതിജീവിക്കാൻ കഴിയാത്ത ഈ കൂരിരുളിൻ്റെ താഴ്വരയിൽ നിങ്ങളെ സഹായിക്കുവാൻ ആരുമില്ലാതിരിക്കുമ്പോൾ സഹായിക്കുവാൻ, നിങ്ങളുടെ കൈ പിടിക്കുവാൻ, നിങ്ങളുടെ കണ്ണുകൊണ്ട് വഴി കാണാൻ കഴിയാതെ തപ്പിത്തടയേണ്ട സമയത്തും നിങ്ങളുടെ കയ്യിൽ പിടിച്ച് പുറത്തു കൊണ്ടുവരുവാൻ ശക്തനായ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. 23-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ ശാലോം സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഒത്തിരി സ്നേഹത്തോടെ വന്ദനം ചെയ്യുന്നു. എല്ലാ ദിവസങ്ങളും ഈ സന്ദേശത്തിന് വേണ്ടി കാത്തിരിക്കുകയും അത് കേൾക്കുകയും അനേകരിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒത്തിരി അഭ്യുദയകാംക്ഷികൾ, എനിക്കൂടി പ്രാർത്ഥിക്കുന്നവരൊക്കെ ഉണ്ട്. നിങ്ങളെ സമൃദ്ധിയായും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് ഈ ഞായറാഴ്ച തന്ന ആലോചന, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. എപ്പോഴാണെന്നറിയാമോ? ഏറ്റവും പ്രതിസന്ധിയേറിയ മരണനിഴലിൻ്റെ താഴ്വരയിൽ, ഈ കൂരിരുൾ താഴ്വരയിൽ നിന്ന് ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നെങ്കിൽ അത് മലയാളത്തിലാണ്, പക്ഷെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത് ദോ ഐ വാക്ക് ത്രൂ ദി വാലി ഓഫ് ദി ഷാഡോ ഓഫ് ഡെത്ത്, മരണനിഴലിൻ്റെ താഴ്വരയിൽ കൂടി കടന്നു പോയാലും ഞാൻ ഭയപ്പെടില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ. ദൈവത്തിൻ്റെ വചനം പറയുന്നത് യേശു ജീവന്റെ ഉറവാണ്. നിന്റെ പക്കൽ ജീവന്റെ ഉറവുണ്ടല്ലോ. ആമേൻ. ജീവന്റെ ഉറവുണ്ടെന്ന് പറഞ്ഞാൽ ആ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ജീവിച്ചുകൊണ്ടേയിരിക്കും, മരണമില്ല. യേശു തന്നെ പറഞ്ഞില്ലേ, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവൻ ഒരു നാളും മരിക്കയില്ല. അപ്പോൾ യേശുവിനെ ആസ്വദിക്കുന്നവൻ, യേശുവിനെ സ്വീകരിക്കുന്നവൻ, യേശുവിനെ കുടിക്കുന്നവനെ സംബന്ധിച്ച് അവൻ ജീവനാണ്. ആമേൻ. അമർത്യതയാണ് അവനുണ്ടാകുന്നത്. അതുകൊണ്ടാണ് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുതെന്നും നിങ്ങൾ ക്രിസ്തുവിൽ നിങ്ങളുടെ ജീവൻ മറഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതിന് കാരണം അതാ. അപ്പോൾ കർത്താവ് പറയാണ്, നീ എന്തിന് ഭയപ്പെടണം, ജീവന്റെ ഉറവായ ഞാൻ നിന്റെ കൂടെ ഉണ്ട്. അതുകൊണ്ട് മരണനിഴൽ കാണിച്ച് പിശാചിയെ നീ പേടിപ്പിക്കണ്ട. ഹല്ലേലൂയ. മരണനിഴൽ എന്ന് പറഞ്ഞാൽ മരണം മുകളിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന നിഴലല്ലേ, മരണത്തിൻ്റെ നിഴല്. തലയ്ക്ക് മീതെ മരണത്തിൻ്റെ ഭീതികൾ നിങ്ങൾക്കെതിരെ കടന്നു വരുമ്പോൾ നിങ്ങളോട് കൂടെ നിൽക്കുവാൻ ശക്തനായ ഒരുവൻ, അവൻ ജീവന്റെ ഉറവാണ്. ഹല്ലേലൂയ. എബ്രായലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി വന്ന് മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. യേശുക്രിസ്തു മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ നീക്കി, തൻ്റെ മരണം കൊണ്ട് നീക്കി മരണഭീതിയിൽ നിന്ന് ജനത്തെ വിടുവിച്ചു. ഇനി യേശുവിൽ വിശ്വസിക്കുന്നവന് ജീവനാണ്. ഹല്ലേലൂയ. അതും നിത്യമായ ജീവൻ. അതുകൊണ്ട് മരണത്തെക്കാൾ വലിയൊരു ഭയം ഉണ്ടാകേണ്ട കാര്യമില്ല. അപ്പം അത് പരിഹരിക്കാവുന്നവൻ എൻ്റെ കൈ പിടിച്ചിരിക്കുക. ഹല്ലേലൂയ. ആമേൻ. പൗലോസ് മരണത്തിൻ്റെ വാതിക്കലൂടെ കടന്നു പോകുന്ന സമയത്ത് പൗലോസിനോട് കർത്താവ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം, 23-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം, പൗലോസ് നീ ധൈര്യമായിരിക്കുന്നു, നീ ഭയപ്പെടണ്ട, നീ എന്നെക്കുറിച്ച് റോമിൽ പ്രസംഗിക്കും, ആരും നിനക്കൊരു ദോഷം ചെയ്യുകയില്ല. അങ്ങനെ അപ്പോസ്തല പ്രവൃത്തി 27-ാം അധ്യായത്തിൻ്റെ 25, 23 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസിനോട് പറയാണ്, കപ്പൽ തകരും, ഇവിടെയുള്ള ഒറ്റ മനുഷ്യരും മരിക്കുകയില്ല, വെള്ളത്തിനകത്ത് എല്ലാവരും പോകും, പക്ഷെ നീ കൈസറുടെ മുമ്പിൽ ചെന്ന് പ്രസംഗിക്കും, അല്ലെങ്കിൽ കൈസറുടെ മുമ്പിൽ നിൽക്കും. അപ്പം ഇങ്ങനെ പറയാൻ കാരണം, ജീവൻ കൊടുക്കാൻ അധികാരമുള്ളവൻ അടുത്തു എന്ന് പറയുമ്പോൾ ധൈര്യപ്പെട്ടാൽ പോരെ. ഹല്ലേലൂയ. മരണത്തെ ജയിച്ചവൻ കൂടെ നിൽക്കുന്നെങ്കിൽ പിന്നെ മരണത്തെ ഭയപ്പെടുന്നത് എന്തിന്? ഹല്ലേലൂയ. ആമേൻ. നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളോടൊക്കെ പറയത്തില്ലേ, ഇങ്ങോട്ട് ചാടിക്കോ, ഞാൻ പിടിച്ചോളാം. അപ്പം പിടിക്കാനുള്ള ശക്തിയും കരുത്തുമുള്ള ഒരപ്പൻ കൈ നീട്ടി നിൽക്കുമ്പോൾ പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഭയമില്ല. കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് ഭയമില്ല. അപ്പം അങ്ങനെ കർത്താവ് പറയുന്നത്, ജീവൻ തരാൻ
കഴിയുന്നവൻ എൻ്റെ കൂടെ ഉണ്ടല്ലോ, അപ്പം ഞാൻ എന്തിനു ഭയപ്പെടണം? ഹല്ലേലൂയ. യേശു മാർത്തയോട് പറയാ, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് എന്നോട് പറഞ്ഞില്ലയോ? നീ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. ജീവൻ നൽകാൻ അധികാരമുള്ളവനല്ലേ വിളിക്കുന്നത്, ലാസറെ പുറത്തു വരിക. അവരല്ലേ പറയുന്നത് ഇവൻ നിദ്രയിലാണ്, അവൻ ഉറങ്ങുന്നേ ഉള്ളൂ. ആമേൻ. ഇന്ന് നിങ്ങൾ മരിച്ചുപോയി, നശിച്ചുപോയി, നഷ്ടപ്പെട്ടു പോയി, ഇനി ഒരിക്കലും കാണുകയില്ലെന്ന് പറയുന്ന നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി കർത്താവിൻ്റെ അടുക്കൽ സേഫായിട്ടിരിക്കുകയാണ്. അത് സ്ലീപ്പിംഗ് മോഡിലാണ്. അതൊരു ദിവസം എഴുന്നേൽക്കും, നിങ്ങളുടെ കയ്യിൽ ജീവനോടെ വരും, വിടുതലോടെ വരും. ഈ സന്ദേശം ഞാൻ പറയുമ്പോൾ തന്നെ ഇനി ജോലി സംബന്ധിച്ച് ഒരു വഴിയില്ലാതിരിക്കുന്നവർ, വഴികളെല്ലാം അടഞ്ഞിരിക്കുക, അല്ലെങ്കിൽ ഒരു യാത്ര സംബന്ധിച്ച് വഴിയെല്ലാം മുടങ്ങിയിരിക്കുന്നവർ, പരിശുദ്ധാത്മ പറയുന്നു അതിന് ജീവൻ വരാൻ പോവുകയാണ്. കർത്താവ് ചെയ്തതിനെ വിളിച്ചു വരുത്താൻ പോവുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. അപ്പൊ മരണത്തിൻ്റെ താഴ്വരയിൽ കൂടി കടന്നുപോയാലും ഒന്നും ഭയപ്പെടണ്ട. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, വളരെ പ്രശസ്തമായ വാക്യം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഹല്ലേലൂയ. മറ്റൊരു അടുത്ത 43-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നീ പേടിക്കണ്ട, നീ തീയിലൂടെ നടന്നാൽ നീ അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. നീ വെള്ളത്തിൽ കൂടെ കടന്നാൽ നദി നിന്നെ മുക്കിക്കളയുകയില്ല. കാരണം പിടിക്കാൻ അധികാരമുള്ളവർ. അതുകൊണ്ടല്ലേ പത്രോസ് ധൈര്യമായിട്ട് വെള്ളത്തിലേക്ക് കാൽ വെച്ചത്. വെള്ളത്തിലേക്ക് കാൽ വെച്ചപ്പോഴേ താണുപോയില്ല, നടന്നു തുടങ്ങി. പക്ഷേ പിന്നീട് ഭയപ്പെട്ടപ്പോഴാണ് താണുപോയത്. എന്താ പത്രോസിനെ ധൈര്യപ്പെടുത്തിയത്? ഇവൻ വെള്ളത്തിൻ്റെ മീതെ നടക്കാനും വെള്ളത്തോട് കൽപ്പിക്കാനും തിരമാലകളെ കാൽക്കീഴാക്കാനും അധികാരമുള്ളവനാണ്. അപ്പോൾ ആ യേശുവിൻ്റെ അധികാരം ഞാൻ തിരിച്ചറിയുമ്പോൾ ആ ഒരു ബോധ്യമാണ് എൻ്റെ അകത്ത് വ്യാപരിക്കുന്ന വിശ്വാസം. അത് ദൈവം എനിക്ക് വെളിപ്പാടായിട്ട് തരുമ്പോൾ എനിക്ക് വിശ്വാസം ജീവനായിട്ട് വ്യാപരിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഇന്ന് കർത്താവ് തരികയാണ്, നിങ്ങൾ എത്ര കൂരിരുളിൻ്റെ താഴ്വരയിൽ കൂടി ഒരു വഴിയില്ലാതെ, ഒരു വഴിയും കാണാൻ കഴിയാതെ പോകുന്നവരാണെങ്കിൽ കർത്താവ് പറയുന്നു, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. നീ പേടിക്കണ്ട. നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം നിന്റെ അടുക്കൽ വരും, നിന്നെ പിന്തുടരും. നിനക്കൊന്നും കിട്ടുകയില്ല, നിന്റെ തലമുറയ്ക്കും ഭാവി ഉണ്ടാകുകയില്ലെന്ന് പിശാചി പറഞ്ഞാലും സങ്കീർത്തനക്കാരൻ പറയാണ്, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം എന്നെ പിന്തുടരും. ആദ്യം എന്നെ പറഞ്ഞത് മരണനിഴലാണ് നിന്നത്, അല്ലേ? മരണത്തിൻ്റെ നിലയിൽ നിന്ന് ഇനി നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, നിന്റെ ജീവനും കൂടെ അപകടമാകാൻ പോവുകയാണ്. ഇനി നീ ജീവിക്കുകയില്ല, നിനക്കും ജീവൻ ഉണ്ടാകുകയില്ല, നിന്റെ തലമുറയുടെ നന്മ നീ കാണുകയില്ലെന്ന് പറഞ്ഞാലും നന്മയും കരുണയും ഞാൻ കാണും. എൻ്റെ ശത്രുക്കൾ കാണുക ദൈവം വിരുന്നൊരുക്കും. എൻ്റെ ആയുഷ്കാലം ഞാൻ നന്മ എൻ്റെ പിന്നാലെ വരും. ഹല്ലേലൂയ. ഈ കർത്താവിനെ നാം സേവിക്കുന്നത്, നീ എന്നോട് കൂടെ ഇരിക്കുന്നല്ലോ, അത് ഈ കർത്താവ് കൂടെ ഉണ്ട് കേട്ടോ. ധൈര്യമായിരിക്കുക. ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ധൈര്യം തരികയാണ്. നിങ്ങളെ ഭയപ്പെടുത്തുന്ന, ഭീതിപ്പെടുന്ന അന്ധകാര നിബിഡമായ ഈ സാഹചര്യത്തിൽ നിങ്ങളുടെ കരം അവൻ വിട്ടേച്ച് പോകില്ല, നിങ്ങളോട് കൂടെ ഉണ്ട്. കർത്താവ് പറഞ്ഞില്ലേ, ഞാനോ ലോകാവസാനത്തോളം, എല്ലാ നാളും. ലോകാവസാനത്തോളം എന്ന് പറഞ്ഞാൽ മാതാവോ പിതാവോ സഹോദരങ്ങളോ പ്രിയപ്പെട്ടവരോ ബന്ധുമിത്രാദികളോ ഏറ്റവും പ്രിയപ്പെടുന്നു പറയുന്ന സകല മനുഷ്യരെല്ലാം കൈവിട്ടേച്ച് പോകും. പക്ഷെ ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. ആ സാന്നിധ്യം നിങ്ങളെ ഏത് പ്രതിസന്ധിയിലും വഴി കാണിക്കും. ഇന്ന് കർത്താവ് നിങ്ങൾക്കൂടി വഴി തുറന്നു തരട്ടെ. ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞായറാഴ്ചയല്ലേ? ഇന്ന് രാത്രി ഇന്ത്യൻ സമയം 10 മുതൽ 11 വരെ നമുക്ക് ഓൺലൈൻ വർഷിപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. മറക്കാതെ നിങ്ങൾ ജോയിൻ ചെയ്യണം. നിങ്ങൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ദൂത് അതിനകത്ത് കേൾക്കാം. ആരാധനയുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഷെയർ ചെയ്യാം. അത് ഓൺലൈൻ വഴിയാണെന്ന് പറഞ്ഞാൽ സൂമിലൂടെയാണ്. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ അതിൻ്റെ ഐഡിയും പാസ്വേഡും ലിങ്കൊക്കെ നിങ്ങൾ ലഭിക്കും. സൂമിലൂടെ നമുക്ക് ജോയിൻ ചെയ്യാം. പ്രിയ കർത്താവ്, ഇന്നത്തെ ഈ ദിവസം ഞങ്ങളുടെ മേൽ അവിടുന്ന് വച്ചിരിക്കുന്ന അവിടുത്തെ കരത്തിനായി നന്ദി. മരണത്തിൻ്റെ നിഴലിൻ്റെ നടുവിലും ഞങ്ങളെ കൈ നീട്ടി പിടിച്ച് പുറത്തു കൊണ്ടുവരുന്ന നന്മയും കരുണയും ദൈവിക അനുഗ്രഹങ്ങളും അനുഭവിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുന്ന നിന്റെ കൃപയ്ക്കായി നന്ദി കർത്താവേ. അവിടെ ഞങ്ങളുടെ ഇടയനായിരിക്കാൻ നന്ദി. ഞങ്ങളെ പോറ്റുവാനും പുലർത്തുവാനും ഞങ്ങളെ ഗൈഡ് ചെയ്യാനും ആരുമില്ലെങ്കിലും ഞങ്ങൾക്ക് കർത്താവുണ്ട്. കർത്താവ് ഞങ്ങളെ നടത്തും, ജയോത്സവമായി നടത്തും, നന്മ തരും, അഭിവൃദ്ധി തരും. സന്ദേശം കേൾക്കുന്ന മക്കളുടെ ജീവിതത്തിൽ അത് കർത്താവ് ചെയ്തു കൊടുക്കും. ഇന്നത്തെ ദിവസം കർത്താവ് അത്ഭുതം ചെയ്യുന്ന ദിവസമായി മാറുന്നതിനായി നന്ദി. ഇത് സംഭവിക്കട്ടെ.
നിന്റെ മക്കൾ സമാധാനമായിരിക്കട്ടെ, സ്വസ്ഥമായിരിക്കട്ടെ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. സന്ദേശം കുറേ പേർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുമല്ലോ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ ബ്ലെസ്ഡ് സൺഡേ.